കുറച്ചധികം നാളായിട്ട് ശ്വാസം അടക്കി പിടിച്ച് ആരോടും പറയാതിരുന്ന ഒരു രഹസ്യം പറയട്ടെ. നമ്മുടെ കുഞ്ഞാവയില്ലേ, ആ കുഞ്ഞു വാവയ്ക്ക് ഒരു കുഞ്ഞു ബേബി ഉണ്ടാവാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഡിസ്ക്ലോസ് ചെയ്താൽ മതിയെന്ന് അവള് തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത്രയും നാൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. പോകുന്ന വഴി നല്ല അടിപൊളി ചൂട് മസാലദോശയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അടൂരുള്ള ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലാണ് കേട്ടോ ഇപ്പൊ കറൻലി അവളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ 10 മണിക്കാണ് കേട്ടോ നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. ഇരുന്നിരുന്ന് അടപ്പിളകി എന്ന് തന്നെ പറയാം. പിന്നെ ഉറക്കമൊക്കെ വന്നു തുടങ്ങി. ഇതിലെടുത്ത് പറയേണ്ട കാര്യം, എന്റെ പ്രഗ്നൻസി ടൈമിൽ എന്നെ കാണിച്ചിട്ടുള്ള അതേ സെയിം ഡോക്ടറെ തന്നെയാണ് കേട്ടോ കുഞ്ഞാവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൺസൾട്ടിംഗ് ഒക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. പക്ഷെ നല്ല 8ന്റെ പണി കിട്ടിയിട്ടുണ്ട് ഗൈസ്. വേറെ ഒന്നുമല്ല, ബ്ലഡ് ടെസ്റ്റിന് എഴുതി തന്നിട്ടുണ്ട് കേട്ടോ. അതിന്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം 4-4.5 മണിക്കൂർ എടുക്കും. ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻറ്റീനിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയുടെ കടുപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി ഫുഡ് നല്ല അടിപൊളിയാണെന്ന്. ഞങ്ങൾക്ക് ഇത്രയും അടിപൊളി ഫുഡിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് പുറത്തുപോയി കഴിക്കാമെന്നുള്ള കഠിന തീരുമാനം എടുക്കേണ്ടതായിട്ട് വന്നു കേട്ടോ. അങ്ങനെ ഗൂഗിളിലൊക്കെ കുറെ നേരം തപ്പിയതിന് ശേഷം നമ്മൾ അടൂരിലെ തന്നെ ബസ് മന്തി കിട്ടുന്ന അൾട്രാസി റെസ്റ്റോറന്റിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് നല്ല അടിപൊളി മന്തിയും ബുഹാരി റൈസും ഹണി ചില്ലി അൽഫാമും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. നോർമലി ഗൂഗിളിലൊക്കെ നോക്കി പോയി കഴിഞ്ഞാൽ അട്ടർ ഫ്ലോപ്പ് ആവാറാണ് ഗൈസ് പതിവ്. പക്ഷെ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പാട്ടുംപാടിയൊക്കെ ചെന്നപ്പോഴത്തേക്ക് കുഞ്ഞാവയുടെ ബ്ലഡ് ടെസ്റ്റിനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെയിറ്റിംഗിന്റെ ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തോട്ടൊന്ന് ഇറങ്ങിയിരുന്നു കേട്ടോ. ചുമ്മാ ഇറങ്ങിയതൊന്നുമല്ല, ഒരു ഷാർജ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ റിസൾട്ട് ഒക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡോക്ടറെ ഒക്കെ കയറി കണ്ട് റിസൾട്ട് ഒക്കെ കാണിച്ചിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോയി. അപ്പൊ അത്രയേ ഉള്ളൂ. സീ ഫ്രം ദ നെക്സ്റ്റ് വീഡിയോ.